കഥ പറയുന്ന ചങ്ക്. ആകാശം മുട്ടി നിൽക്കുന്ന ആഴക്കമരത്തിലേക്ക് ഞാൻ വലിഞ്ഞു കയറി. ആടിയുലിയുന്ന കൗങ്ങിൽ ജീവൻ കയ്യിലെടുത്ത് ഞാൻ അതിന്റെ തുഞ്ചത്തെത്തിച്ചേർന്നു. ഒരു വലിയ കുല ഞാൻ സ്വന്തമാക്കി. കടിച്ചു പിടിച്ച കുലയുമായി താഴേക്ക് ഞാൻ വേഗത്തിൽ ഊർന്നിറങ്ങുമ്പോൾ, എല്ലാം നേടിയെടുത്ത രാജാവിനെ പോലെ ഞാൻ താഴേക്ക് ഊർന്നിറങ്ങുമ്പോൾ അപ്പോഴാണ് അത് സംഭവിച്ചത്. അടക്കാക്കള്ളം വരെ പിടിക്കാൻ വേണ്ടി വഴിയേലൊരമ്മാവൻ ചെയ്ത ആ കൊലച്ചതി. എല്ലാം നേടിയ രാജാവിന് തിരിച്ചറിഞ്ഞ ആ നിമിഷം പുരുഷനെന്ന നിലയിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ ജീവിതത്തിലെ പുറകിൽ ഒരാൾ മറിഞ്ഞു വീട്. ഒരു പുരുഷനെന്ന നിലയിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഒരു കൊലയല്ല താഴെ വീണത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും ബലപ്പെട്ടതാണ് എനിക്കത് നഷ്ടപ്പെട്ടത്. ഇത് ഏത് പടമാണ്? ഇത് ഏത് സിനിമ? ഇത് നമുക്കറിയാവുന്ന പണി ഫ്രീ ആയിട്ട് ചെയ്യരുത്. നമുക്ക് പറ്റാത്ത പണി ട്രൈ ചെയ്യുകയും അരുത്. ലോജിക് ആർക്കും വേണ്ട, എല്ലാവരും മാജിക്കിന്റെ പുറകെ. അതുകൊണ്ടാ ഇവിടെ സയന്റിസ്റ്റിനേക്കാൾ സന്യാസിമാര് ഫേമസ്. മൂർത്തി, ലൈഫിൽ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് എന്ത് ഡയലോഗാണ് അത്? അത് കേട്ടാ അത് നമുക്ക് അതൊന്ന് കേട്ടു. നമുക്ക് പറ്റാത്ത പണി ട്രൈ ചെയ്യുകയും അരുത്. ലോജിക് ആർക്കും വേണ്ട, എല്ലാവരും മാജിക്കിന്റെ പുറകെ. അതുകൊണ്ടാ ഇവിടെ സയന്റിസ്റ്റിനേക്കാൾ സന്യാസിമാര് ഫേമസ്. മൂർത്തി, ലൈഫിൽ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ചോദിക്കരുത്. നമുക്ക് സ്വയം ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഹാൻഡിക്യാപ്റ്റിനെ കമന്റ് ചെയ്യരുത്. തെറ്റാണ്, തെറ്റാണത്. ഭയപ്പെടുന്നവന്റെ പേര് വീരുവെന്നാണ്. ഭയപ്പെടാത്തവന്റെയോ വീരനെന്നോ. ആഗ്രഹം ക്യാൻസർ രോഗത്തെ പോലും അതിജീവിക്കും. ഭയം അൾസർ രോഗിയെ പോലും കൊന്നുകളയും. കയ്യിൽ ആയുധമുണ്ടായ മാത്രം ആയില്ലടാ, അത് ഉപയോഗിക്കാനും കൂടെ പഠിക്കണം. ക്ലാസ്സിൽ ഏത് മണ്ടലും ചിലപ്പോൾ ആൻസർ പറയും. എക്സാമിൽ എഴുതുന്നവരാണ് ടോപ്പർ ആവുന്നത്. ഇല്ല, മൂവിയല്ല, ലൈവ് ലെസൺ. ബോളിവുഡ് ബെസ്റ്റ് ട്രാൻസിഷൻസ്. സത്യമല്ലേ? ഇത് വീട്ടിലെ സീനായിരുന്നു അത്. ഇത് കിടില സീനായിരുന്നു. ഇത് കിടില സീനാണ്, പറയാതിരിക്കാൻ വയ്യത്. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. തിയേറ്ററില് നല്ല രസമായിരുന്നു അത്. ആ ഒരു രഘുലേ, മോളിവുഡ് വാസ് കോമഡി ബിക്കോസ് ഓഫ് ദം. Because the Indian Constitution gives all citizens the right to freedom and the right to life. പറ്റിക്കപ്പെട്ടിട്ടാണ് ആരോടെങ്കിലും മരണ വീട്ടിൽ പോലും മര്യാദ പാലിക്കാതെ കുറച്ച് വ്യൂസിനും ലൈക്സിനും വേണ്ടി നിങ്ങൾ ഈ കാണിക്കുന്ന ക്രൂരതയുടെ ഉത്തരവാണ്. ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ മുഖ്യമന്ത്രി. എന്താലേ എന്റെ പൊന്നോ, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സാധനം സത്യമല്ലേ? പുള്ളിയുടെ കയ്യില് സിഗരറ്റ് ഇല്ലെന്ന് ആരാ പറയണല്ലേ? എന്തു വന്നാലും അങ്ങനെ ചെയ്യപ്പെട്ടു. എന്റെ വോയിസ് മോഡുലേഷൻ നോക്കുക. ആ ചവയ്ക്കുന്നതിന്റെ അതിൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. മുറുക്കാൻ ചവയ്ക്കുന്ന ഒരു ഫീൽ കിട്ടി. അവിടെ പോയിരുന്നു. നടക്കില്ല, എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇസാന്ന് തോന്നുന്നുണ്ടോ? നടക്കില്ല. വേറെ എന്തെങ്കിലും വഴി നോക്കാം.
എടാ പുള്ളിയെ ഈ ചിരിപ്പിക്കുന്ന കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്നതേ ഉള്ളു. പ്രൊഫസറാണ് ആള്, മനസ്സിലായോ? പ്രൊഫസറാണോ? ഓ എന്റെ അമ്മോ, നല്ല എഡ്യൂക്കേഷൻ, നല്ല ഇതുള്ള മനുഷ്യനാ. നമ്മളെല്ലാ സിനിമയിലും ഇങ്ങനെ ഓരോ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണ്ടേ. മൈ ഹാഫ് ലൈഫ് സ്റ്റോറി ചാനലിന്റെ അടി വന്ന് നെഗറ്റീവ് കമന്റ് അടിക്കുന്നവരുടെ ഒക്കെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കും എന്റെ കഥ അറിയത്തില്ല. ബിക്കോസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഒരു നിമിഷമെങ്കിലും കേട്ട് നിന്നു. കാരണം കേട്ടവരൊക്കെ അങ്ങനെ നിന്ന് കരഞ്ഞിട്ടുള്ളൂ. ഞാൻ ചെറുപ്പം മുതലേ വളർന്നു വന്നത് ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് പേരൻസ് ഉണ്ട്. അമ്മയുടെ ഫാമിലിയിൽ പെൺമക്കൾക്ക് മാത്രമായിരുന്നു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിലായിരുന്നു ഞാൻ ജനിച്ചത്. എനിക്ക് തൂക്കം കുറഞ്ഞ ഡോക്ടർ പറഞ്ഞു തൂക്കമില്ലാത്തതുകൊണ്ട് കൊച്ചു നിൽക്കാൻ സാധ്യത കുറവാണ്. സോ 2 ദിവസത്തിൽ മരിച്ചു. 2 ദിവസത്തിൽ മാത്രം ഇവിടെ ഒരു ചാപ്പിളിന് എന്തിനാന്ന് പറഞ്ഞ എന്റെ അച്ഛൻ പറഞ്ഞു കൊന്നേക്കാൻ പറഞ്ഞു. സോ അത്രയും ക്രൂരായിരുന്നു എന്റെ അച്ഛൻ. സോ ആ ഒരു ടൈമിൽ ഒരു നേഴ്സാണ് എന്നെ എടുത്ത് വളർത്തിയത്. ആ നേഴ്സിന്റെ മുലപ്പാൽ വെച്ച് എന്നെ ഊട്ടി ഇത്രയൊക്കെ എത്തിച്ചു. ഇപ്പോഴും എന്റെ അമ്മ എന്ന സ്ഥാനത്തിൽ ആ ഒരു സ്ത്രീ ഉണ്ട്. മരണത്തിൽ നിന്ന് കരകയറ്റി എന്നെ ആ നേഴ്സ് എന്റെ അപ്പന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവിട്ടു. പക്ഷെ ഇപ്പോഴും അവരെന്നോട് മിണ്ടുന്നില്ല. ഏകദേശം 24 വർഷമായി എന്നോട് മിണ്ടിയിട്ട്. പഠിത്തത്തിന് വേണ്ടി അവരെനിക്ക് പൈസ ഒന്നും തരില്ല എന്ന് പറഞ്ഞു. പ്ലസ് 2 പഠിത്തം നിർത്തി ഞാനിപ്പോ കൂലിപ്പണി. സോ അങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഇനി ആകെയുള്ള ലക്ഷ്യം ഈ യൂട്യൂബ് ചാനൽ ഒന്ന് വളർത്തിയെടുക്കാന്ന് മാത്രം. സോ അത് നടക്കുമെന്നറിയില്ല. എന്റെ പൊന്നും കേട്ടിട്ട് തന്നെ മച്ചാ, ഓൾ ദ വെരി ബെസ്റ്റ്. കീപ് ഹാർഡ് വർക്കിംഗ്. സ്ട്രീമൊക്കെ ചെയ്ത് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി ഒരു ദിവസം സെറ്റ് ആവും. വിഷിംഗ് യു വെരി ബെസ്റ്റ്. ഓൾ ദ വെരി ബെസ്റ്റ് മാൻ. നന്നായിട്ട് പോട്ടെ ചാനലൊക്കെ. ആണ് 2028 I asked ChatGPT to cook me chicken and rice. സത്യം ഇതൊക്കെയായിരിക്കും ഫ്യൂച്ചർ. ഇതൊക്കെയാ മനസ്സിലായ. 3 days എടുത്ത് കംപ്ലീറ്റ് ആക്കിയ വർക്കാണ്. എന്തോന്നോ കണ്ടുണ്ടോ? അബിയാർ ബ്രോ, എന്ത് രസം ബ്രോ കാണാൻ. എന്റെ അമ്മോ, എടാ നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ? ഇവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഈ പെൻസിലില്ലേ, ഇതുകൊണ്ട് വരയ്ക്കാത്തോണ്ടാണ് നമ്മുടെയൊക്കെ പടം അപ്പി പോലെ ഇരിക്കണം, മനസ്സിലായോ? ഈ പെൻസിൽ വെച്ച് വരച്ചാലേ ശരിയാവുള്ളൂ. പിന്നെ ഈ പെൻസിൽ വെച്ച് വരച്ചാൽ നമ്മള് വരയ്ക്കൂലേ? ശരിയാ. എന്നാലും ഈ പെൻസിലിന്റെ വില കൂടുതലാ, അതാണ് പ്രശ്നം. പിന്നെ പെൻസിലൊക്കെ നല്ല വിലയാ. പിന്നെ ലോസ് വരൂലേ? പിന്നെ എന്റെ ഫ്രണ്ട് നാളെ എന്തോ പുതു കാഴ്ച എന്തോ കൂടെ ആരോ ഇനി പോണതെങ്ങോ മാറും തുണികള് മായും രുചികള് ശീലം പല പല. സ്റ്റക്കായി ഈ വീഡിയോ സ്റ്റക്കാടാ. കൊള്ളാം ബ്രോ, നൈസ് നൈസ്. ബാക്കി പ്ലേ ആവുന്നില്ല. ഡിസ്കോർഡിന്റെ ബഗ്ഗാ. മലയാളം സോങ് ഹൗ ആൽക്കഹോൾ ഈസ് മെയ്ഡ്. മുന്തിരി ചതച്ചതിന്റെ നീർ പുളിപ്പിച്ചാൽ വിനാകും. മുന്തിരിക്ക് പകരം ബാർലി അല്ലെങ്കിൽ വീട്ടെടുത്താൽ ബീറാകും. ഈ ബീർ നേദിസ്റ്റിൽ ചെയ്താൽ അതായത് വെള്ളം ബാഷ്പീകരിച്ചതിലെ ആൽക്കഹോൾ കോണ്ടന്റ് വർദ്ധിപ്പിച്ചാൽ കണക്ക് പോണേ കോക്ക് പകരൂരു നേരത്ത് ഓർമ്മയുടെ മേളൊരു വീഡിയോ കാണുമല്ലേ മോനെ, അതിന്റെ ഇടയ്ക്ക് പാട്ട് പാടിയാലും എങ്ങനെ ശരിയാവണേ? ഞാൻ ഓൾറെഡി നിന്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ടല്ലേ ഞാൻ മേലോട്ട് പോയത്. നീന്തിട്ട് ഓടിയരികാരോ വന്നില്ലേ മിഴിയുന്ന തിളങ്ങിയില്ലേ. നൈസറാ, സൂപ്പർ, കൊള്ളാം. ഇല്ല ഇനി അവൻ ഇടയ്ക്ക് വീണ്ടും വന്നത് ഇതിൽ ജൂനിപ്പർ ബെറീസ് ചേർത്താൽ ജിനാകും. ബാർലിയിൽ എന്ത് ചേർക്കുമ്പോഴാണ് ജിന്ന് ഫെർമെന്റേഷൻ ബോട്ട് ഡിസ്റ്റിലോ. ഞാൻ ഇനി നാളെ അടുത്ത കേസാവട്ടെ, എനിക്ക് വാറ്റാൻ പറ്റില്ലെന്ന് പകരം പൊട്ടേറ്റോസ് അല്ലെങ്കിൽ കോർൺ എടുത്താൽ വോഡ്കാകും. ഇവിടെ ഷുഗർ കെയിനിന്റെ നീരെടുത്താൽ റമ്മാകും. ഷുഗർ കെയിനിൻ
നാളെ ഈ ചാറ്റിലുള്ള 10 കരിമ്പ് വെട്ടാൻ നിൽക്കും കേട്ടോ, അപ്പുറത്തെ പറമ്പില് എല്ലാരും പൊങ്കലിനാണ്ട് ഇനി വെയിറ്റ് ചെയ്യും. കരിമ്പ് വെട്ടാൻ നിൽക്കണം നാളെ ഇവരൊക്കെ നോക്കുമ്പോര്. മെക്സിക്കൻ സസ്യമായ ബ്ലൂ അഗാവയെടുത്താൽ തെക്കീലാകും. പഴങ്ങൾ തന്നെ പുളിപ്പിച്ച് ഡിസ്റ്റിൽ ചെയ്താൽ അത് ബ്രാൻഡിയാകും. എന്തൊക്കെ ഐറ്റങ്ങളല്ലേ. അണ്ണന്റെ ബോഡി ഇതുപോലെ സെറ്റ് ആക്കിയിട്ട് ലൈവിൽ ഇതുപോലെ വരുമോ? ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. ഒറ്റൊരു ബാക്ക് റിവീൽ ചെയ്താ എത്ര വർഷമാണ് ക്രിക്കറ്റ് ലൈവിൽ കണ്ടായിരുന്നു. എടാ നിങ്ങൾ ക്രിക്കറ്റ് ലൈവിൽ സത്യം പറഞ്ഞ എന്താ കണ്ടെന്ന് അറിയോ? അതെന്റെ വയറൊന്നും അല്ല, അത് ചെസ് പാഡാണ്. ചെസ് പാഡ് ഇത് പിന്നെ നമ്മള് മറ്റേ ഇത് വെക്കണം, നീ പാഡ് വെക്കണം, പിന്നെ ഇത് വെക്കണം, തൈ പാഡ് വെക്കണം, ഇതെല്ലാം അണ്ടിപ്പാഡ് AP വെക്കണം. എല്ലാം കുറച്ച് വണ്ണം വെച്ചിരിക്കും. അത് കാണുന്നത് നിങ്ങൾ അങ്ങനെയല്ല. ഞാൻ എന്റെ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കും എന്റെ ബോഡി. മനസ്സിലായ? അതൊക്കെ എന്താ പാഡൊക്കെ സോഫ്റ്റ് ആണോ? അത് മേടിച്ചു വെച്ചു നോക്ക്. One captain for all 3 formats, or perhaps different teams, different leaders for different formats? Ideally, as a coach, if you ask me, it's much easier to work with one guy. If you have one captain for all the 3 formats, ideally I'm saying, but it never happens because you got to realize in today's day and age, you can't have a captaining for 12 months in a year because you're playing 10 months of international cricket and then you're playing 2 months of IPL. So imagine who's going to be leading India, would definitely be leading the franchise. So imagine putting a young guy captaining the side for 12 months in a year is putting a lot of toll on his mental being or on his game as well. So ideally it's one, but in today's day and age, it is always better to have 2 because obviously that pressure can actually be distributed among 2 people. Got it right in the end. India win the Champions Trophy. India lift the World Cup. പ്രഷർ ഓർഡർ സത്യമല്ലേ എന്റെ അമ്മോ. വാട്ട് പ്രഷർ. ഫീൽഡ് ചെയ്തപ്പോ കണ്ടായിരുന്നല്ലോ ബ്രോ. ഞാൻ ഒരു ആൾക്കാരല്ലേ താനൂർ ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവില ചക്ക കഴിക്കും. മാവില ചക്ക തിന്നാൻ പാടുണ്ടോന്നും മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ല. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ടെ കുണ്ടിതാ. പക്ഷെ ഈ പടം കണ്ടാലും അത് മനസ്സിലാവുള്ളടാ. അത് ഇങ്ങനെ പഴയ ഒരു ക്ലിപ്പ് മാത്രം കണ്ടിട്ട് ഇതായിട്ട് അല്ല. പക്ഷെ പടം കാണുമ്പോ അതിന്റെ ഫീലൊക്കെ കിട്ടും. ആ സമയത്ത് നമുക്ക് ഈ സീനൊക്കെ കാണുമ്പോ കുറച്ച് വിഷമം ഇതൊക്കെ വന്ന സമയമുണ്ട്. ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. ട്രോൾ ഇതൊക്കെ നല്ല ഇമോഷണൽ